ഇടുക്കി എഴുകും വയലിൽ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന. അച്ഛനെയും അമ്മയെയും ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞുവെന്ന് കൊലപാതകം നടത്തിയ അജേഷ് പോലീസിന് മൊഴി നൽകി. പാറത്തറയിൽ ആന്റണിയും ഭാര്യ വത്സമ്മയുമാണ് ഇന്നലെ കുത്തേറ്റ് മരിച്ചത്. ആൽവിൻ തോമസാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിനെ, ഇപ്പോഴും ഫോറൻസിക് പരിശോധന അവിടെ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? ഷാമിലി, ഫോറൻസിക് പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റിനായി മൃതദേഹങ്ങൾ രണ്ടും അവിടെ നിന്ന് മാറ്റി, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയാണ്. എഴുകുംവയലിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അതിക്രൂര കൊലപാതകം നടന്നത്. 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. പാറത്തറയിൽ ആന്റണി, ഭാര്യ വത്സമ്മ എന്നിവരെയാണ് മകൻ അജീഷ്, 26 വയസ്സുകാരനായ മകൻ അജീഷ് കൊലപ്പെടുത്തിയത്. അജീഷ് പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിൽ ആണ് ഇത്തരത്തിൽ അയാൾ പറയുകയും ചെയ്ത് ദൈവസന്നിധിയിലേക്ക് അച്ഛനെയും അമ്മയും അയക്കണമെന്ന് ദൈവം തന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയച്ചത് എന്ന്, കൊലപാതകം നടത്തിയത് എന്നാണ് ഇയാൾ മൊഴി എന്ന രൂപത്തിൽ പോലീസിനോട് പറഞ്ഞത്. ഇയാൾ ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകിയ വിവരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങി വന്നത്. അത് വന്നപ്പോൾ മുതൽ തന്നെ ഈ അച്ഛനും അമ്മയുമായും വലിയ തോതിൽ വീട്ടിൽ വാക്കുതർക്കങ്ങളും വഴക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ഇന്നലെ ഇത്തരത്തിൽ വലിയ തോതിൽ ബഹളവും വഴക്കും ഉണ്ടായതിനെ തുടർന്നാണ് ഈ ക്രൂരതയിലേക്ക് ഇയാൾ വടിവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു, കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്ന് അല്പം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുള്ളത്. ഇയാൾ ഇന്നലെ തന്നെ ഈ കൃത്യം നടത്തിയ ശേഷം അവിടെ നിന്ന് മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തി ബന്ധുവിന് അയച്ചു കൊടുക്കുകയായിരുന്നു ആദ്യം. പിന്നീട് ആ ബന്ധു അവിടെ അടുത്തുള്ള പള്ളി വികാരിക്ക് അയച്ചു കൊടുക്കുകയും പള്ളി വികാരിയാണ് പോലീസിനെയും പഞ്ചായത്തിലെയും അടക്കമുള്ള ആളുകളെ വിവരമറിയിച്ച് പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തത്. SP ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇന്ന് അവിടെയുണ്ട്. ഇയാൾ വീട്ടിൽ തന്നെ പിന്നീട് കുത്തിയിരിക്കുകയായിരുന്നു എന്നുള്ള വിവരവും നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഇത്തരത്തിലുള്ള വിചിത്രമായ ചില മൊഴികൾ നൽകിയിട്ടുള്ളതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ രേഖപ്പെടുത്തും. മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ പോലീസ് കൂടുതൽ അന്വേഷണം എന്താണ് ഇതിന് പിന്നിലെന്നും, ഇയാൾ മദ്യലഹരിയിലായിരുന്നോ അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും ലഹരിയുടെ അടിമപ്പെട്ടാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ചില മാനസികാസ്വാസ്ഥ്യം കാണിച്ചതായും പോലീസ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്ന് ഇയാൾ ഒരാഴ്ച മുമ്പാണ് വന്നത്. പിന്നീട് അയാൾ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിശദമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഈ കൃത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ശരി ആൽവിൻ, വ്യക്തമാണ്.